നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭരതേട്ടൻ കാരണം നഷ്ടപ്പെട്ടാ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നതി. ഞാനല്ല പറയുന്നത്. എല്ലാം ശരിയാവും അമ്മേ. ഇനി ഞാൻ എൻ്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കില്ല. എന്തായാലും നീ ചെയ്തത് ബുദ്ധി തന്നെയാ. ഇല്ലെങ്കിൽ ഭരത്തിന് ഒരിക്കലും സബ് ഇൻസ്പെക്ടർ ആവാൻ പറ്റില്ലായിരുന്നു. ഈ മൈക്കിൾ ആരാന്ന് വിളിച്ചറിയോ? അന്ന് ഭാമയുടെ ആഭരണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സാധാ ബിസ്ക്കറ്റ് ഗോൾഡ് കളർ ചെയ്ത് തന്നവനല്ലേ സുൽഫിക്കർ. അവന്റെ ബോസാ ഇവൻ. ഇവനെ കൂടി സെല്ലി കിട്ടിയിരുന്നെങ്കിൽ ഞാനിവനെ ഇടിച്ച് പരിപ്പാക്കിയനെ. ഇവൻ കാരണം നിനക്കന്ന് 10-20 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. അതെ. നീ ഒരു SI സാറിനോട് പറഞ്ഞോ? പറഞ്ഞു. FIR അതും ചേർക്കാന്ന് പറഞ്ഞു. ആ കാശ് ഇവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അതിനുള്ള ഏർപ്പാടുണ്ടാക്കാൻ SI സാറിനോട് പറയണം. ഇവനൊക്കെയാ ഇന്നത്തെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇവനപ്പൊ ഇന്നും ഇന്നലെ അല്ല ചെയ്തു നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പിന്നാലെ കൂടിയത്. അതേ വലിച്ച ഇവന്റെ ലക്ഷ്യം ഭരത്തിനെ സ്വന്തം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാനായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ടാ ഇന്നിവന് വീട്ടിലോട്ട് വരാൻ തോന്നിയത്. എന്തായാലും ഇവൻ ഇനി ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല. കേസ് മയക്കുമരുന്നാ. വലിച്ച ആ സുൽഫിക്കർ അവിടെ ഉണ്ടെന്ന് ഇവനറിയായിരിക്കും. പക്ഷെ ഇവനെ കൊണ്ട് അതെങ്ങനെ പറയിപ്പിക്കും? അതിനൊക്കെ വഴിയുണ്ട്. നീ സമാധാനപ്പെട്. വലിച്ച ഭാവനോട് തൽക്കാലം ഇതൊന്നും പറയണ്ട. ഒന്നാമത് അവളുടെ ശരീരം ആകെ വീക്കാം. പറയാതിരുന്നാലാണ് കുഴപ്പം ചെയ്തു. അവൾ അത്രയ്ക്ക് മനസ്സിന് കട്ടിയില്ലാത്ത പെണ്ണൊന്നുമല്ല. അവൾ നല്ല ബോൾഡാ. ഞാൻ ഈ വിവരം ഭാവനോട് നേരിട്ട് തന്നെ പറയാൻ പോവാ. ഇവിടെ ഭരത്തിനെ രക്ഷിക്കാൻ നീ കാണിച്ചത് നന്നായെന്നേ ഭാവന പറയൂ. ഈ സ്ഥാനത്ത് ഭാവനയാണെങ്കിലും നീ ചെയ്തതുപോലെ തന്നെ ചെയ്തേനെ. വിളിച്ചിങ്ങി വന്നേ. എന്നെ കൂടെ മൈക്കിളിന്റെ സെല്ലാക്കി തരാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് വിളിച്ചെന്ന് ചോദിക്കാവോ? ഇപ്പൊ കണക്ക് തീർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിനക്കിത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കാൻ പാടില്ലായിരുന്നോ? വിളിച്ചായി എനിക്കറിയാവോ ഇവനാണ് സുൽഫിക്കറിനെ കൊണ്ട് എന്റെ സ്വർണം തട്ടിയെടുത്തെന്ന്. ഇന്ന് രമേശൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നു. അവനും ഗോവിന്ദായിട്ടുണ്ടില്ലായിരുന്നെങ്കിലും ഞാൻ ശരിക്കും പെട്ടുപോയനെ. ഗോവിന്ദനുള്ളതുകൊണ്ട് നീ പേടിക്കണ്ട. എല്ലാം ഗോവിന്ദൻ നോക്കിക്കോളും. ഞാനെന്തായാലും ആ SI ഒന്ന് കാണട്ടെ. കോടതിയിലെ കാര്യങ്ങളും കൂടി അറിയണമല്ലോ. അതല്ല SI സാർ ബുദ്ധിപൂർവ്വം ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സഹായമാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് വർഷങ്ങളായിട്ട് പോലീസ് വലവരിച്ചിരിക്കുന്നൊരു കുറ്റവാളിയാണ് ഇവൻ. അവരെയാണ് ഞാൻ പിടിച്ചുകൊടുത്തത് നിസ്സാരമായിട്ട്. ആ വൈരാഗ്യം ഉറപ്പായും മൈക്കിളുണ്ടാവും. അതുകൊണ്ട് പുറത്തിറങ്ങിയാലും നീ സൂക്ഷിക്കണം. ശരി. ശരി. നമസ്കാരം സാർ. വിജയപത്മനോ? ഇരിക്കും.
സാധാരണ സേതുവിനൊരു പ്രശ്നം വന്ന ഭാവനയാണ് ഓടിയെത്തുന്നത്. ഭാവന ഇപ്പൊ ഗർഭിണിയാണെന്ന് സാറിന് അറിയാലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്തായാലും മൈക്കിൾ എന്ന ആ പക്ക ക്രിമിനലിനെ തൊണ്ടി മുതൽ സഹിതം പിടിക്കാൻ വേണ്ടി സേതു ചെയ്തത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സഹായവും സേതുവിനുണ്ടാവും. അത് മതി സർ. ആ മൈക്കിള് കാരണം ധനവും മനസമാധാനവും പോയ കുടുംബമാണ് ഭാവനയുടേത്. കാര്യങ്ങളൊക്കെ സേതു പറഞ്ഞു. സേതുവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ തട്ടിയെടുത്തതും മൈക്കിളിന്റെ ഏർപ്പാടാണെന്ന് മൈക്കിൾ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും സേതുവിന്റെ ഭാഗം ക്ലിയർ ആണ്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. സർ, സേതു ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോട്ടെ? അത് വേണ്ട. കാശ് ഇവിടുത്തെ കോൺസ്റ്റബിളിന്റെ കൊടുത്താൽ മതി. അവർ വാങ്ങിക്കൊടുത്തു. ദിവാകര, ആ സേതുവിന് ഫുഡ് വാങ്ങി കൊടുത്തേ. ശരി സർ. ഇയാളെ ഏൽപ്പിച്ചാൽ മതി. ബിരിയാണി എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. സർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ദേഷ്യപ്പെടരുത്. എന്താ പറഞ്ഞോളൂ. സർ, ഭാവനയോടും കുടുംബത്തോടും വലിയ ദ്രോഹമാണ് ആ മൈക്കിള് കാണിച്ചിട്ടുള്ളത്. ആ ആഭരണത്തിന്റെയും അതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങളുടെയും പേരില സേതു വീണ്ടും പല അബദ്ധങ്ങളിലും ചെന്ന് പെട്ടത്. അതുകൊണ്ട് ആ മൈക്കിളിനെ കാര്യമായിട്ടൊന്ന് സൽക്കരിച്ചിട്ടേ സാർ അവനെ കോടതിയിലേക്ക് എത്തിക്കാവൂ. താനാള് കൊള്ളാലോ വിജയപത്മ. നേരത്തെ താനും ഭാവനയ്ക്ക് എതിരായിരുന്നല്ലോ. ഇന്ന് ഞാൻ ആ വിജയവട്ടനല്ല സർ. ഭാവനയാ എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത്. ഞാനിത് സാറിനോട് പറഞ്ഞിട്ടുള്ളതാ. ഈ മൈക്കിളിനെ അങ്ങനെ വെറുതെ കോടതിയിലേക്ക് പറഞ്ഞേക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഒന്നുമില്ലെങ്കിലും ഇവൻ ഞങ്ങളെയും കുറെ ചുറ്റിച്ചതല്ലേ. എന്തായാലും സേതുവിനെ കൊണ്ട് തന്നെ ഞാനിതിന് പ്രതിവിധി ഉണ്ടാക്കാം. വിജയപത്മൻ ഇവിടെ ഇരിക്കും. സേതു, വാ. മൈക്കിളിനോട് കണക്ക് തീർക്കാനുള്ള ചെറിയൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ഓവറാക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇവനൊരൊറ്റൊരുത്തം കാരണം ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തത്. അതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാ ഞാനിങ്ങനെ പറഞ്ഞത്. സേതുവാ. സേതു, തൽക്കാലം ഈ സെല്ലിൽ കിടന്നു. അവിടെ ഒരു VIP വരുന്നുണ്ട്. രമേശൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു മയക്കുമരുന്ന് കേസിൽ മാത്രം നീ ഒതുങ്ങിപ്പോയേനെ. നീ എന്നെ കള്ളനാക്കിയിട്ട് എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തുവല്ലടാ. അതുകൊണ്ട് നിനക്ക് തരാനുള്ള ഞാനിപ്പോ തരാം. സേതു, എന്നൊന്നും ചെയ്യരുത്. നിന്റെ കയ്യിൽ നിന്ന് എടുത്തതെല്ലാം ഞാൻ തരാം. അതിന് നീ തന്നില്ലല്ലോ എനിക്ക് വേണ്ട. ഞാൻ തരുന്ന നീ അങ്ങോട്ട് മേടിച്ചാ മതി. സേതുവിനെ മൈക്കിളിന്റെ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചല്ല എന്തത്. എൻ്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാ. പണം ഉണ്ടാക്കണമെന്ന വാശിയും കൊണ്ടാ ഞാൻ ഇങ്ങനെയായി തീർന്നത്. പക്ഷെ പണം മാത്രമല്ല ജീവിതമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. സത്യമാണ് ഭരതേട്ടാ. പണം എന്താണെന്നും പണത്തിന്റെ പേരിലുള്ള അഹങ്കാരം എന്താണെന്നും അറിയണമെങ്കിലേ എൻ്റെ അമ്മയെ മാത്രം നോക്കിയാൽ മതി. അത് കണ്ട് കണ്ട് മതിയായോളാ ഞാൻ. എനിക്കറിയാം എന്തത്. പണത്തിനോട് ആർത്തിയുള്ളൊരു പെണ്ണായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ലായിരുന്നല്ലോ. താൻ അങ്കിളിൻ്റെ ക്യാരക്ടർ. ഒരാഡംബരവും അങ്കിളിന് ഇഷ്ടമല്ല. അത്രയ്ക്ക് സിമ്പിളാ അങ്കിള്. പണ്ടേ അമ്മയുടെ പ്രശ്നം ഇത് തന്നെയായിരുന്നു.
അച്ഛൻ സിമ്പിളായി പോയെന്നായിരുന്നു അമ്മയുടെ പരാതി. അച്ഛൻ്റെ രീതികൾ തന്നെ എനിക്കും ഇഷ്ടം. അതുകൊണ്ടാ ഭരത്തേട്ടനെ ഞാൻ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞിട്ടും അച്ഛനൊന്നും പറയാതിരുന്നത്. പണമൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല, എല്ലാ ആവശ്യത്തിനും മതി. ഞാനും ഇനി അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. താൻ കണ്ടോ, ഇപ്പം എൻ്റെ മനസ്സിലൊരു സമാധാനമൊക്കെ തോന്നുന്നു. സേതുവിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വിഷമം. പാവം, എനിക്ക് വേണ്ടിയല്ലേ ചെയ്യാത്ത കുറ്റമൊക്കെ ഏറ്റെടുത്തത്. നീ വെറുതെ അക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഭരത്തെ. സേതുവേട്ടൻ ഇപ്പൊ ചെയ്തതാ ശരി. ഇല്ലെങ്കിൽ നിന്റെ പോലീസ് ഭാവി പോകത്തില്ലേ? ഇത് വലിയ ത്യാഗമായിട്ടൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു സഹോദരന്റെ മനസാക്ഷിയാണെന്ന് ഞാൻ പറയും. അതെ മൈജി, സേതുവേട്ടൻ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറ്റൊരാളും ചെയ്യില്ല. അത്രമാത്രം നന്മയാ സേതുവേട്ടനുള്ളത്.